ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം ഇന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്നെ കാണാൻ. ഒക്കെ ഒരു ചെറിയ TV പ്രോഗ്രാം കണ്ടിട്ട് കാണാം. ഒന്നും ശരിയാവുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്തു ചെയ്യും? ഇതെന്ത് പ്രോഗ്രാമാണ് ഇത്? ഇത് കാണാൻ ഒരു മെച്ചമില്ല. വേറെ ഏതെങ്കിലും പ്രോഗ്രാം വെക്കാൻ ചേച്ചി നമുക്ക്? ദൈവമേ, ഇത് നല്ലൊരു പ്രോഗ്രാം അല്ലേ? ഇതിനകത്തു നിന്ന് വലിയൊരു സന്ദേശം നമുക്കുണ്ട്. ചേച്ചി പറയുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അതെ, ഇപ്പം ആ പെങ്കൊച്ച് കണ്ടോ, കുറേ പൂക്കൾ പെറുക്കിയെടുത്തു. എന്നിട്ട് അത് ആദ്യം ആ തിരുക്കുടുംബത്തെ കൊണ്ട് വെക്കാൻ നോക്കിയില്ലേ? എന്നിട്ട് വെച്ച് അത് കിട്ടിയില്ലല്ലോ. ആ കൊച്ചിങ്ങനെ പൂവെല്ലാം കൂടെ പെറുക്കി ആ രൂപത്തിലേക്ക് ഇട്ടു. ഒരു രീതിയിൽ അതവിടെ ഒട്ടിയിരിക്കണില്ല. കൊച്ചിൻ്റെ പരിശ്രമമൊക്കെ നടത്തി നോക്കി. അപ്പോൾ ആ കൊച്ച് ആ പൂ അവിടെ നിന്ന് നിരാശപ്പെട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ആ പൂക്കളെല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് പിന്നെ അതെന്നാ ചെയ്ത് അതൊരു വാഴയുടെ നാരെടുത്തോണ്ട് വന്ന് ആ പൂവെല്ലാം കൂടെ അങ്ങ് കോർത്തിട്ട് അതൊരു മാലയാക്കിയിട്ട് ആ തിരുക്കുടുംബത്തെ കൊണ്ട് വെച്ചു. മാല ചാർത്തിയപ്പം അതവിടെ ഒട്ടിയിരുന്നു. ആ കൊച്ചിന് സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി കുഞ്ഞ്.
ഇല്ലേ? ഇതിനകത്ത് ഭയങ്കര ഒരു സന്ദേശം കിടപ്പുണ്ട്. എന്നാ സന്ദേശം എന്നാന്ന് അനുസരിച്ച് പറഞ്ഞതാ ഞങ്ങൾക്ക്. അത് ഞാൻ പറഞ്ഞുതരാം. അതെ, നാനാത്വത്തിൽ ഏകത്വം. ഇപ്പം ആ പൂക്കളെല്ലാം ചിന്നി ചെതറി കിടന്ന പൂക്കളെല്ലാം ഓരോന്നോരോന്നായിട്ട് കിടന്നതിനെ കൂട്ടി യോജിപ്പിച്ചു. അത് കൂട്ടി യോജിപ്പിച്ചത് എന്തുവാ? ഒരു ചരടല്ലേ, ഒരു വാഴനാരെടുത്തു. അതിനെക്കുറിച്ച് ഈ നമുക്കൊരു ദൈവത്തിൻ്റെ വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കാരണം എല്ലാ മനുഷ്യരും യൂണീക്കാണ്, പക്ഷേ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് കൊളോസീസ് 3:14 പറയുന്നു, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുന്ന. അപ്പം എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്, അതുണ്ട്. ഈ പൂക്കളെ എല്ലാം പെറുക്കിയെടുത്ത് കോർത്തതേതാ? ഒരു ചരടിലല്ലേ കോർത്ത്. ഈ ചരട് പോലെ അതിൻ്റെ സ്ഥാനത്ത് ഒരു സംഗതി കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്, എന്തോ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അതെന്താന്ന് ഫിലിപ്പി 2:13 വായിക്കുമ്പോൾ കിട്ടും. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാ ഇടപെടലുകളും നടത്താനും ഉത്തേജിപ്പിക്കുന്നത് ആരാ? ദൈവം. അപ്പം നമ്മളിൽ ഉള്ളിൽ ഒരു ഉത്തേജനം വരിക, ഒരു ഐക്യത്തിനുള്ള ഒരു ഉത്തേജനം നമുക്ക് കിട്ടിയാലേ നമുക്ക് ഐക്യപ്പെടാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ രാജ്യത്ത് എന്തോരം പേരുണ്ട്, ലോകം മുഴുവനും എടുത്ത് നോക്കി ഇപ്പോൾ 750 അല്ലെ 800 കോടി ജനമുണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അവരെല്ലാം വ്യത്യസ്തരാണ്. വ്യത്യസ്ത കഴിവുകൾ, വ്യക്തിത്വ പേഴ്സണാലിറ്റി, ശീലങ്ങൾ വ്യത്യസ്തമാണ്, അറിവ്, രൂപം. ഒരാളെ പോലെ ഇല്ല. ഒരാളുടെ മൂക്ക് പോലെയല്ല വേറൊരാളുടെ മൂക്ക്, ഒരാളുടെ കണ്ണു പോലെയല്ല, അങ്ങനെ ഒരുത്തരും ഇല്ല. അപ്പോൾ വ്യത്യസ്തരായവർ, വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത ശീലങ്ങളുള്ളവർ, ഇവരെല്ലാം ഒരുമിച്ചല്ലേ ജീവിക്കുന്നേ. നാനാജാതി മതസ്ഥർക്കും ജീവിക്കാൻ ഒരു ഭൂമിയല്ലേ ഉള്ളൂ. കർത്താവ് അങ്ങനെ ഒരു ഭൂമി വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ അല്ലേ. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തതയുടെ നടുവിൽ ഒരേകത്വമുണ്ട് അവിടെ. അതിനെക്കുറിച്ചാണ് ഈ മെസ്സേജ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ഈ ചരട് കൂട്ടി യോജിപ്പിച്ചതുപോലെ ഒരുമിച്ച് നിർത്തുന്ന ഒരു, ഇപ്പം നമ്മൾ നോക്കിയാലറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ പല സ്വഭാവമാണ്. 10 ഉണ്ട്, 10 സ്വഭാവവും 10 ശീലമാണ് അല്ലേ, 10 ടേസ്റ്റുമാണ്. അപ്പോൾ ഈ 10 പേര് ഒരുമിച്ചല്ലേ ഒരു വീട്ടിൽ കഴിയണേ. ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. ഇതിപ്പോൾ എല്ലാവരും വ്യത്യസ്തരാണ് എങ്കിൽ പോലും അതിനകത്തൊരു ഏകത്വം, ഒരൈക്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഐക്യം, അതിൻ്റെ പിന്നിലെ കാര്യമാണ് നമ്മൾ ഈ മെസ്സേജിലൂടെ നമുക്ക് കിട്ടുന്നത്. അത് ആ കൊച്ചിപ്പോൾ എങ്ങനെയാണ് പൂക്കളെടുത്തത്? പൂക്കളെല്ലാം ചെന്നിച്ചെതറി കിടക്കുക, ഓരോ പൂക്കൾ ഓരോന്നായിട്ട് കിടക്കുന്നു. പക്ഷേ ആ കൂട്ടി യോജിപ്പിക്കാൻ ആ പൂക്കൾക്ക് പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ഒരു ഉപാധി വേണം. അതായത് പൂക്കൾക്ക് പറ്റില്ല അത് കൂട്ടി യോജിപ്പിക്കാൻ. അവർക്ക് തമ്മിൽ ഇങ്ങനെ ഒന്നായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതിന് വേറൊരു വേറൊരു മാധ്യമം അതിനകത്ത് വന്നു ഇല്ലേ. അത് ആ കൊച്ചൊരു ചരട് എടുത്തുകൊണ്ട് വന്ന് കൂട്ടി യോജിപ്പിച്ചു. അപ്പോഴാണ് അതൊരു മാലയായുള്ളൂ. അപ്പോൾ ആ മാലയിലെ പൂക്കൾക്ക് വ്യത്യസ്ത മണവും നിറവും രൂപവും ഭംഗിയെല്ലാം വ്യത്യസ്തതയാണ്. എങ്കിലും അതെല്ലാം കൂടെ ഒരു ചരടിൽ വന്നപ്പോൾ അതിമനോഹരമായി, നല്ല വാസന, പല മണങ്ങളെല്ലാം ഉണ്ട്. ഗുണമേന്മ കൂടി, ഒരെണ്ണത്തിൻ്റെതല്ല, ഒത്തിരി ഒന്നിച്ചപ്പോൾ ഗുണമേന്മ കൂടി. അപ്പം ഈ ചരട് അതിന് പൂക്കൾക്ക് സ്വയം കൂട്ടി യോജിച്ച് നിൽക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഒരു ചരട് അവിടെ വേണ്ടി വന്നു. ഇതുപോലെ നമുക്ക് തനിച്ച് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായവർക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ സ്വയം കഴിവില്ല. ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം. കാരണം നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് കൂട്ടി യോജിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചരടില്ലെങ്കിൽ അത് നിൽക്കാത്തതുപോലെ നമ്മളെ എല്ലാവരെയും ഏകത്വത്തിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ഈ സ്നേഹം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വ്യത്യസ്ത സ്വഭാവമൊക്കെ ഉള്ളവർ നമ്മുടെ വീട്ടിൽ വലിയ അടിയും പിടിയൊന്നും ഇല്ലാതെ സ്നേഹമായിട്ട് കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്നേഹമാണ് ഈ ചരടായിട്ട്
നമ്മളിതിൽ സാദൃശ്യം അതായത് ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ ആ പ്രവൃത്തി, അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു, ഉത്തേജിപ്പിക്കുന്നു നമ്മൾ വായിച്ചില്ലേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. കാരണം യേശുക്രിസ്തു ജനിച്ചത് നമുക്ക് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേശു പിറന്നത്. അപ്പോൾ സകല മനുഷ്യരിലേക്കും ആ സ്നേഹം വന്നിട്ടുണ്ട്. കാരണം ഉൽപ്പത്തി വായിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലേ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. അപ്പം ഈ സ്നേഹത്തിൻ്റെ സാദൃശ്യം നമ്മളിലെല്ലാവരിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിലാണ് നമ്മൾ പലരാണെങ്കിൽ പോലും കൂടി യോജിച്ച് നിൽക്കുന്നത്. ഇത് നമ്മുടെ മിടുക്കൊന്നുമല്ല, കാരണം ഇത് ദൈവം നമ്മളിൽ ഈ സ്നേഹം വെച്ചിരിക്കുക. അതുകൊണ്ടാണ് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിലെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് 355 അതിൽ 4 ദൈവം അവനെ തൻ്റെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം സ്നേഹബന്ധത്തിൽ, ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ഈശോയും നമ്മളും എല്ലാം ഒന്നിച്ചായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്നേഹബന്ധത്തിലാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിക്കേ, മൃഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, മരങ്ങളുണ്ട് ഇല്ലേ. പക്ഷികളൊക്കെ പോയി മരത്തിൽ ചേക്കേറും അല്ലേ. അവിടെ പോയിരിക്കുമ്പോൾ ഈ മരങ്ങൾ കുടഞ്ഞ് അതിനെ താഴ്ചടിച്ച് കളയില്ല ഇല്ല. അവർ തമ്മിലൊരു ഐക്യമുണ്ട്, അവർ സംസാരിക്കത്തില്ലേ പോലും. ഈ മരത്തിൻ്റെ ചില്ലകളിൽ വന്ന് ഈ പക്ഷികൾ ചേക്കേറുമ്പോൾ അത് മരം കുടഞ്ഞ് അതിനെ താഴെ വീഴ്ചൊന്നും കളയുന്നില്ല. അതുപോലെ എല്ലാ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും തമ്മിലൊരു ആന്തരിക ഐക്യം നിലനിൽക്കുന്നുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റുന്നില്ല. പിന്നെ തെറ്റിക്കണത് മനുഷ്യരാണ് അല്ലേ. കാരണം ഈ ക്രമം നമുക്കാ കുശുമ്പ് തന്നെ. വേറൊരാൾക്ക് എന്തെങ്കിലും അവരങ്ങ് ആളായി പോയാൽ ഇത് ഈ പ്രപഞ്ചത്തിലെ സസ്യങ്ങൾക്കോ അല്ല ജീവജാലങ്ങൾക്കോ അങ്ങനെയില്ല. ഇത് മനുഷ്യര് ഉണ്ടാക്കിയെടുക്കുന്ന സംഗതി. അത് മനുഷ്യനിൽ വേറെ തിന്മയുടെ ചായ്വ് വരുന്നതുകൊണ്ടാണ്. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ പിതാവായ ദൈവത്തെയും ദൈവം അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയും. ഈ നിത്യജീവൻ നമ്മൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞ് ഈ സ്നേഹത്തിൽ നമ്മളങ്ങ് ആകുകയാണ്. ഈ സ്നേഹം നമ്മളിൽ ഉണ്ട്, അത് തിരിച്ചറിയണം. ഇപ്പം നമ്മൾ ഓർക്കും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഇനി സ്നേഹം എവിടുന്ന് കിട്ടും? സ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, തിരിച്ചറിയുന്നില്ല. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇരുട്ടുള്ള ഒരു മുറി കാണുക, അടച്ചിട്ടിരിക്കുക. അപ്പം നമുക്ക് അറിയാം ആ മുറി മുഴുവൻ ഇരുട്ടാണ്, അതിനകത്ത് ഇരുട്ടാണ്. പക്ഷെ അതിനകത്തൊരു ലൈറ്റുണ്ട്. ആ ലൈറ്റ് ഓൺ ചെയ്താൽ ആ മുറിയിൽ വെളിച്ചം കിട്ടും എന്നൊരറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ആ മുറി തുറക്കും, അതിൽ ചെന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. അപ്പോൾ ആ മുറിയിൽ വെളിച്ചം കിട്ടും. അപ്പോൾ പക്ഷേ ഈ മുറിയിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന് സ്വിച്ച് ഉണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ മുറി തുറന്ന് സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുക. അപ്പം എന്താ വേണ്ടിയത്? നമുക്ക് അറിവ് വേണം. അതാണ് പിതാവായ ദൈവത്തെയും ദൈവമയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം ഈ അറിവാണ് നമുക്ക് വേണ്ടി. ഇതൊന്നും നമ്മളല്ലാണ്ട് ഒന്നും ഉണ്ടാക്കിയെടുക്കണതൊന്നും അല്ല. ഈ അറിവ് അത് നമ്മൾ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ശക്തിയായി സ്നേഹമായി നമ്മളിൽ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ മുറിയിൽ സ്വിച്ചുണ്ട്, ലൈറ്റുണ്ട്, ഇതെല്ലാം സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താ സ്വിച്ച് ഓൺ ചെയ്യുള്ളൂ. അറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യണം? ഈ അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ വചനം ഈശോയെ അറിയണം. പിതാവായ ദൈവത്തെയും പുത്രനെയും അറിയാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. എവിടുന്ന് അറിയുന്നത്? ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അറിയണ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് അറിവ് കിട്ടും. അപ്പം ഇത് വായിച്ചറിയണം, ജ്ഞാനം നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഈ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിലെല്ലാം ഈ സ്നേഹമുണ്ട്. സ്നേഹം എല്ലാവരിലും ഉണ്ട്. അപ്പം എല്ലാവരിലും സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരിലും എന്തുണ്ട്? ദൈവമുണ്ട്, യേശുവുണ്ട്. അതുകൊണ്ടാണ് അവരനെ കാണുമ്പോൾ നമ്മൾ യേശുവിനെ കാണണമെന്ന് പറയണത്. നമ്മളിപ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയോ? ആർക്കാ സ്തുതി പറയണേ? ഈശോയ്ക്ക്. അപ്പം ആ വ്യക്തിയിലുള്ള ഈശോയെ നമ്മൾ കണ്ടുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കുമ്പിടുക. കാരണം അതികവിഞ്ഞൊരു സ്നേഹമില്ല. അപ്പം ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ സുവിശേഷം, അതൊരു സദ്വാർത്തയാണ്, നമുക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പം അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിലും ജീവിത പങ്കാളിക്കും മക്കൾക്കും ഒക്കെ നമ്മളത് പറഞ്ഞു കൊടുക്കണം. അതിനെക്കുറിച്ച്
കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ പറയുന്നുണ്ട് 360 പൊതുവായ ഉൽപ്പത്തി മൂലം മനുഷ്യവംശത്തിന് മുഴുവനും ഒരു ഏകത്വമുണ്ട്. ഇത് ദൈവം വെച്ചിരിക്കുന്നതാണ് ഈ ഏകത്വം. ഇത് നമ്മളല്ലാണ്ട് സ്നേഹിച്ചങ്ങോട്ട് എടുക്കുമല്ല, ദൈവം വെച്ചിരിക്കുക ഒരു ഏകത്വം നമ്മളിലെല്ലാം മനുഷ്യരിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ 361 പറയുന്നു, മനുഷ്യരുടെ പരസ്പര അഭിമുഖ്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഈ നിയമം സർവ്വ മനുഷ്യരും യഥാർത്ഥ വ്യക്തികൾ, സംസ്കാരങ്ങൾ, ജനപദങ്ങൾ എന്നിവയുടെ വൈവിധ്യത്തെ ഈ നിയമം പുറത്താക്കുന്നില്ല. ഈ സ്നേഹത്തിൻ്റെ നിയമവും ഈ ഏകത്വവും നമ്മളിലുണ്ട് എങ്കിലും ഈ വ്യത്യസ്തത നിലനിർത്തുന്നുണ്ട്. നമ്മളെല്ലാം വ്യത്യസ്തരാണ്, പക്ഷെ എന്നാൽ ആ വ്യത്യസ്തതയിൽ ഏകത്വമുണ്ട്, ഒരു ഒരുമയുണ്ട്. അത് ഈ ഒരുമ വരുന്നത് എങ്ങനെയാ? ഈ ദൈവിക സ്നേഹം നമ്മളിലെല്ലാവരിലും ഉണ്ട്. അത് ആര് വെച്ച് തന്നതാ? ദൈവം. അത് ദൈവം വെച്ച് തന്നതാ, അല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം അതവിടെ വെച്ചിരിക്കുക. അപ്പം നമ്മൾ തിരിച്ചറിയണം, എനിക്കൊരു വിലയുണ്ട്. കാരണം എന്താ, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ഈ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്, എനിക്ക് ദൈവം തന്നതാണ്, ഞാൻ ദൈവത്തിൻ്റെ മകള്. അപ്പം നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ്, ഇപ്പം മഞ്ജു എന്ത് ചിന്തിക്കണം, ഞാനും ദൈവത്തിൻ്റെ മകളാ. അപ്പം എന്നെ കാണുമ്പോൾ ഞാനും ദൈവത്തിൻ്റെ മകളാ. അപ്പം ഗ്രേസി എന്ത് ചിന്തിക്കണം, ഞാനും ദൈവത്തിൻ്റെ മകളാണ്. ഗ്രേസി കാണുന്നത് അത് അവർ ദൈവത്തിൻ്റെ മക്കളാണ്. മറ്റുള്ളവരെ നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് കാണണം. അപ്പം ഈ കാണണമെങ്കിൽ ഈ തിരിച്ചറിവ് വേണം. ഈ നമുക്ക് മറ്റുള്ളവരെ ചുമ്മാ അങ്ങ് സ്നേഹിക്കുന്നവർ നമുക്ക് പറ്റില്ല. ഈ തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ വേണം. അതായത് എന്നിൽ ഈശോ വസിക്കുന്നു, ഈശോ സ്നേഹമാണ്, അത് എന്നിലുണ്ട്. അതുപോലെ ദൈവം ഒരു ഏകത്വം വെച്ചിട്ടുണ്ട്. ദൈവമാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്, എല്ലാവരിലേക്ക് സ്നേഹം വെച്ചിരിക്കുന്നതും ദൈവം തന്നെയാണ്. അപ്പം ആ വ്യക്തിയിലുണ്ട്, ദൈവമുണ്ട്. അപ്പം എനിക്ക് സ്നേഹിക്കാൻ പറ്റും. അത് ഞാൻ അറിയാതെ എന്നിൽ നിന്നൊരു സ്നേഹം അങ്ങ് ഒഴുകിയെത്തും. അപ്പം ആ വ്യത്യസ്തതയിലും ഏകത്വമുണ്ട്. അപ്പം നമുക്കുള്ള വില ആർക്കുണ്ട്? മറ്റുള്ളവർക്കുണ്ട്. അപ്പം ഈശോ നമ്മളെ ക്രൂശ് മരണത്തിലൂടെ മോചനദ്രവ്യമായി ഈശോയെ നൽകിയിട്ടാണ് ഈശോ വീണ്ടെടുത്തത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ വില എന്നതാ? എനിക്ക് എത്ര അതാണ് ഈശോയുടെ വിലയാ. കാരണം ഈശോ മോചനദ്രവ്യമായി സ്വജീവൻ അർപ്പിച്ചിട്ട് നമ്മളെ തിരികെ വാങ്ങിച്ച. അപ്പം ഈശോ വില കൊടുത്തു. ആ വിലമതിക്കാത്ത വിലയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, സ്നേഹിക്കും, ആദരിക്കും, അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ആ വില നമ്മൾ മനസ്സിലാക്കുകയും ആ വിലയ്ക്ക് അനുസൃതമായ സ്നേഹം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഏകത്വം ശരിയാവുള്ളൂ. കാരണം ഈ ഏകത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ദൈവം നമ്മളെ സൃഷ്ടിയിലൂടെ തന്നെ നമ്മളിലേക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹം വെച്ച് തന്നിട്ടുണ്ട്. ആ സ്നേഹം മൂലമാണ് നമ്മൾ വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്തരുമായ ജനങ്ങളുടെ ഇടയിലും കുടുംബത്തിലും എല്ലാം സമാധാനത്തിൽ, ശാന്തതയിൽ, സ്നേഹത്തിൽ നമ്മൾ ഐക്യത്തിൽ ജീവിക്കുക. അപ്പം ഇത് മഹത്വം ആർക്കാ കൊടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:8 പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. കണ്ടോ, വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ടായിരിക്കും. ഇതൊരു കടപ്പാട് ഭയങ്കരമാണ്. അതായത് ഈ സ്നേഹം അല്ലാതെ ഒരു കടപ്പാട് അല്ലെ, അവരിങ്ങോട്ട് അത് ചെയ്തല്ലോ, നമ്മളങ്ങ് ചെയ്തല്ലോ, ഇതിനൊന്നും വിലയിടണ്ട. നമുക്ക് പറഞ്ഞേക്കുന്ന ഇതേ ഉള്ളൂ, പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ ഒരു കടപ്പാടും ആരുമായിട്ടും നമുക്ക് വേണ്ട. ആ സ്നേഹമാണ്. അപ്പം ഈ സ്നേഹം നമ്മളിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വരും നമ്മളിത് വിശ്വസിക്കുമ്പോൾ. ആ യേശു നമ്മുടെ ഉള്ളിലുണ്ടെന്നും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം വെച്ചിട്ടുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം. അത് ആ സ്നേഹം കൊടുക്കാനാണ് ഈശോ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു കൊച്ച് നമ്മുടെ അടുത്തേക്ക് വരുക, എടാ നീ പോയി ചെന്ന് ആ സഞ്ചി അല്ലെ ഒരു കൊട്ട എടുത്തുകൊണ്ട് വാ, അല്ലെ ഇത് എടുത്തുകൊണ്ട് വാന്ന് പറയണേ, നമുക്ക് അറിവ് വേണം ഇവനത് എടുക്കാൻ പറ്റും, ഇവൻ ആ ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റും, അവനതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ള അറിവുണ്ടെങ്കിലല്ലേ ആ കൊച്ചിനോട് പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പറയുമോ? അപ്പം ഇതുപോലെ ഈശോയ്ക്ക് അറിയാം നമ്മൾ ഈശോയുടെ മക്കളാ, നമ്മളിൽ ഈശോ സ്നേഹവും ആ ശക്തിയും വെച്ചിട്ടുണ്ട്, ഈശോയുടെ സ്നേഹം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുക, നീ എന്നിൽ വസിക്കണം, ഞാൻ നിന്നിലും വസിക്കും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും. അപ്പോൾ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ മഹത്വമൊന്നുമല്ല നമ്മൾ ഈ പരസ്പരം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ
നിയമം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നറിയണം. അതായത് നമ്മൾ അയൽക്കാരനെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പം സകല നിയമവും അതിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പം ഈ സ്നേഹത്തിൻ്റെ ശക്തി ഒന്ന് ഓർത്ത് നോക്കിക്കേ. അത് തന്നെയല്ലാന്നേ നമുക്ക് ഈശോ പറഞ്ഞിട്ടില്ലേ, നമ്മളോട് പറഞ്ഞ ഏറ്റവും വലിയ 10 പ്രമാണം നമുക്ക് തന്നല്ലോ. എങ്ങനെയാ അത് സംഗ്രഹിച്ചിരിക്കുന്നത്? അത് 2 എണ്ണത്തിൽ അല്ലേ? ഏതൊക്കെയാ അത്? നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. പിന്നെ പറഞ്ഞേക്കണം അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പം അതുപോലെ തന്നെ സ്നേഹിക്കണം. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന്റെ തെളിവാണ് പരസ്പര സ്നേഹം. അതാണ്. അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അല്ലെ, എൻ്റെ എല്ലാ സർവസ്വവും ദൈവമാണെന്ന് പറഞ്ഞിരുന്ന് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഈശോ പറഞ്ഞ പ്രവൃത്തി വേണം. വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല, വിശ്വാസവും വേണം, അതൊപ്പം വിശ്വാസത്തിന് അനുസൃതമായ പ്രവൃത്തി വേണം. അല്ലെ അത് നിർജീവമാണ്. ആ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് വിശ്വാസത്തിന് രക്ഷിക്കാൻ കഴിയുമോ? യാക്കോബ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാനാ രീതിയിലുള്ള മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുകയും ആ സ്നേഹം നമ്മൾ സ്വീകരിച്ചിട്ട് ആ സ്നേഹം എൻ്റെ വിലയും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്നേഹവും പോലെ അവരിൽ അതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? എന്നിൽ എന്ത് സ്നേഹം ഇരിക്കുന്നോ അതേ സ്നേഹത്തിൽ ആ വ്യക്തിയെ കാണുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യണം. അപ്പം എന്നിൽ ഈശോയുണ്ട്, നിന്നിൽ യേശുണ്ട്, അവരിലും യേശുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട്, അതായത് ഒരു പ്രയത്നം എടുക്കാതെ, നമ്മളൊരു സ്ട്രെയിൻ ചെയ്യാതെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ. 1878 അതായത് കാറ്റഗിസം ഓഫ് ദി കാത്തലിക്സ്, അത് നമ്മൾ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. സകല മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്, ദൈവത്തിലേക്ക് തന്നെ. ദൈവത്തിലെ വ്യക്തികളുടെ ഐക്യവും മനുഷ്യർക്കിടയിൽ സത്യത്തിലും സ്നേഹത്തിലും സ്ഥാപിതമാക്കേണ്ട സാഹോദര്യവും തമ്മിൽ കുറേ സാധർമ്മ്യമുണ്ട്. അയൽക്കാരനോടുള്ള സ്നേഹം ദൈവസ്നേഹത്തിൽ നിന്നും വേർതിരിക്കാനാവാത്തതാണ്. അവിടെയാണ് നമ്മളത് തിരിച്ചറിയേണ്ടത്. അതായത് അയൽക്കാരനോടുള്ള സ്നേഹം, അവരിനോടുള്ള സ്നേഹം ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ്. അത് വേർതിരിച്ചാൽ പിന്നെ നമുക്കതിന് പറ്റില്ല. കാരണം നമ്മൾ പരസ്നേഹം കാണിക്കുന്നു, ഒരു സോഷ്യൽ വർക്കൊക്കെ കാണിക്കാം നമുക്ക്. അന്നേരം ദൈവസ്നേഹത്തിൽ അല്ല എങ്കിലും യേശു പറഞ്ഞു തന്നെ, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ എൻ്റെ നാമത്തിൽ നീ അവന് വസ്ത്രം കൊടുത്തു, അല്ല ഭക്ഷണം കൊടുത്തു. അപ്പം യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാലോ, യേശുവിനോടുള്ള ആ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നിന്നുകൊണ്ട് ആ സ്നേഹം പങ്കുവയ്ക്കും. അപ്പോഴേ അത് യേശു നാമത്തിലുള്ള പ്രവൃത്തിയാകുന്നുള്ളൂ. അപ്പം അവരെ സഹായിക്കുന്നു, അവന് വേണ്ടി പലതും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അതിനു മുമ്പേ നമ്മുടെ ഉള്ളിൽ ഈ ദൈവസ്നേഹം നിറഞ്ഞിട്ട് ആ സ്നേഹത്തിൽ നിന്ന് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ സ്നേഹം നമ്മുടെ ഉള്ളിലില്ല, പ്രതിഫലം ആഗ്രഹിക്കുന്ന സ്നേഹമായി പോകും. കാരണം അവരിന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ എന്നാൽ അവനിനി എന്നെ കാണുമ്പോൾ സ്നേഹിക്കണം, അല്ല നമ്മളെപ്പറ്റി നല്ലത് പറയണം. അപ്പം ഇങ്ങനെ വരരുത്. അപ്പം നമ്മൾ ഒറ്റ കാര്യമുള്ളൂ ഇതിനകത്ത്, ആ പൂക്കളെല്ലാം കൂടെ പെറുക്കിയെടുത്ത് ഒരു ചരടി കോർത്തപ്പം അതൊരു മനോഹരമായ മാലയായി, വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഉപയോഗം ശരിയായി. ഇതുപോലെ നമ്മളെല്ലാം പല രീതിയിലും പല സ്വഭാവത്തിലും പല വ്യക്തിത്വത്തിലും ആണെങ്കിലും യേശു ആകുന്ന സ്നേഹത്തിൻ്റെ ആ ചരടിലാണ് നമ്മളെ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴേ യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്നുള്ളൂ. നമ്മൾ യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. യേശു ആകുന്ന സ്നേഹ ശരീരം, ആ സ്നേഹം, ആ സഭയിലെ അംഗങ്ങൾ അല്ല യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ. അപ്പം ഇതൊക്കെയല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ പിള്ളേരോട് പറയും സ്നേഹിക്കുന്നു പറയും, അല്ലേ, സ്നേഹിക്കുന്നു പറയും. ഈ കൊച്ചിന് മനസ്സിലാകണം, എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, ഈശോ സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ആ പൂർണ്ണ ഹൃദയത്തോടെ ഈ കുഞ്ഞുങ്ങൾ ഈശോയെ സ്നേഹിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ല, വിശ്വാസത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട സംഗതിയാണ്. അപ്പം നമ്മളിൽ ഈശോ നിറഞ്ഞിട്ട് ആ സ്നേഹം നമ്മൾ പങ്കുവെക്കുന്നത്
കണ്ടും കേട്ടും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കൊച്ചു മനസ്സിലാക്കും. അപ്പം അപരന് വിലയുണ്ട്, എന്നെ പോലെ വില അപരനുണ്ട് എന്ന് ഈ കൊച്ചിന് മനസ്സിലാകണം. അല്ലെ അവനിട്ട് ഞോണ്ടാനും തട്ടാനും കൊണ്ടാനും പോകും. അപ്പം അതുപോലെ വിശുദ്ധിയിലും നിർമ്മലതയിലും ഞാൻ എന്നെ സൂക്ഷിക്കുന്നു, ഒപ്പം ആ വ്യക്തിയെയും വിശുദ്ധിയിലും നിർമ്മലതയിലും കാത്തു സൂക്ഷിക്കാനുള്ള ഒരു സ്നേഹം അത് എന്നിലും ഉണ്ടാകണം. അപ്പോഴേ പിള്ളേർ തമ്മിലാണേലും ആ സ്നേഹം വിശുദ്ധിയിലുള്ള നിർമ്മലതയിലുള്ള സ്നേഹം വരുള്ളൂ, അല്ല സ്വാർത്ഥതയുള്ള സ്നേഹം വരും. അപ്പം നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇനിയിപ്പോൾ അതേ ഉള്ളൂ, തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം. ഈശോ നമ്മളിലുണ്ട്. അത് നമ്മൾ പഠിക്കുമല്ല, നമ്മൾ ജീവിച്ച് നമ്മൾ അവരുടെ മാതൃകയാകുക ചെയ്യേണ്ടത്. മാതൃക കാണിച്ചില്ലെങ്കിൽ പിള്ളേരും അറിയാം ആ ഈശോയുടെ സ്നേഹം. പല പിള്ളേരും പറയുക അപ്പൻ്റെ സ്നേഹം കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ അപ്പൻ്റെ സ്നേഹം ഈശോയുടെ സ്നേഹം അല്ലെങ്കിൽ കൊച്ചിന് മോഡലാകുമോ? ഇല്ല, അവിടെ പ്രശ്നമാകും. അമ്മയ്ക്ക് ഈശോയുടെ സ്നേഹം അറിയത്തില്ലെങ്കിൽ മോളെ മമ്മി ചെയ്യണ കണ്ടുപിടിക്കുന്നു പറഞ്ഞാലോ ഇത് ഞങ്ങളുടെ അവരും ചെയ്യണമെന്ന് പറയും. അപ്പം കുഞ്ഞിന് മനസ്സിലാണ് എൻ്റെ മമ്മിയിൽ എൻ്റെ ഡാഡിയിൽ ഈശോയുടെ സ്നേഹമുണ്ട്. ഈ സ്നേഹമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഈശോയാണ് ആ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് അത് ചെയ്യിക്കുന്നത്. ഈശോ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 വായിക്കുമ്പോൾ എന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ചൊരിയും എന്നല്ല, ചൊരിഞ്ഞ് തരുന്നുമല്ല, ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഈ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാ പവർ വരുള്ളൂ. എൻ്റെ ഉള്ളിൽ ഇന്നതുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്കത് ശക്തി. ഇപ്പം പ്രസംഗിക്കാൻ എനിക്ക് കഴിവുണ്ടെന്നൊരു അറിവുണ്ടെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പ്രസംഗിച്ചുള്ളൂ, ഇല്ലേ? ഇല്ല, എനിക്കൊരു വാക്ക് പോലും പറയാൻ കഴിവില്ല എന്ന് തോന്നി നമ്മൾ പുറകോട്ട് പോവുകയുള്ളൂ. ഇതുപോലെ ഈ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ദൈവം ചൊരിയപ്പെട്ട് തന്ന് കഴിഞ്ഞു. ഇത് തിരിച്ചറിവ് കൊടുക്കുക, ഇത് നമ്മൾ അറിയുക, മക്കൾക്ക് തിരിച്ചറിവ് കൊടുക്കുക. ഇപ്പം ഈ മെസ്സേജ് എന്നാ പിടിയിട്ടില്ല. നമുക്ക് ഒരു അടുത്ത പരിപാടിക്ക് പോകണ്ടേ, ഇത്രയും ദൂരം യാത്ര ചെയ്തിനി പോകാനുള്ള. നമുക്കെന്നാലും അടുത്ത യാത്രയിലേക്ക് തിരിഞ്ഞാലോ? ആയിക്കോട്ടെ, എന്നാൽ ശരി. എന്നാലും ഇനി അടുത്തത് പിന്നെ പറഞ്ഞുതരാം.